ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു എഡ്യൂഫിക്സ് അക്കാദമി. നമ്മളിന്ന് ഇവിടെ നോക്കാൻ പോകുന്നത് ഇഗ്നോയുടെ BA എക്കണോമിക്സ് ഹോണേഴ്സ് എന്നുള്ള കോഴ്സിനെ കുറിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതൊരു ഡിഗ്രി പ്രോഗ്രാമാണ്, അതുപോലെ ഡിസ്റ്റൻസ് ലേണിംഗ് ആണ് ഇത്. അതുപോലെ തന്നെ 3 ഇയർ പ്രോഗ്രാമാണ്. ഇംഗ്ലീഷ് അതുപോലെ തന്നെ ഹിന്ദി, ഈ 2 മീഡിയത്തിൽ നിങ്ങൾക്ക് ഇത് പഠിക്കാവുന്നതാണ്. സ്പെഷ്യലൈസേഷൻ സർട്ടിഫിക്കറ്റിൽ BA എക്കണോമിക്സ് എന്നുള്ളതായിരിക്കും വരിക. അതുപോലെ തന്നെ ഇത് ഏതെങ്കിലും ഒരു +2 ഉണ്ടെങ്കിൽ നമുക്ക് ഇഗ്നോയിൽ ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ 5300 രൂപ ബേസിക് ഫീസും പ്ലസ് രജിസ്ട്രേഷൻ ഡെവലപ്മെൻറ്റ് ഫീസും കൂടെ ഏകദേശം 6000 രൂപയാണ് ഫീസ് വരുന്നത്. നിങ്ങൾ യൂണിവേഴ്സിറ്റിയിൽ ഓൺലൈനായിട്ടാണ് പേയ്മെൻറ്റ് ചെയ്യേണ്ടത്. ഈ ഒരു കോഴ്സ് കൊച്ചിൻ റീജിയൻ സെൻറ്ററിൻ്റെ അണ്ടറിൽ ഇത്രയും കോളേജുകളിലാണ് ഉള്ളത്. ഇതിൽ ഏതെങ്കിലും ഒരു കോളേജിൽ നിങ്ങൾ എന്ത് ചെയ്യാം, രജിസ്റ്റർ ചെയ്യാം. നിങ്ങൾ കൊച്ചിൻ പ്രദേശത്താണ്, ആ ഒരു എറണാകുളം ആ ഭാഗത്താണ് നിങ്ങൾ ഉള്ളത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു കോളേജുകളിൽ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യാം. ഇനി നിങ്ങൾ മലബാർ ഏരിയയിലാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ വടകര റീജിയൻ സെൻ്ററാണ് സെലക്ട് ചെയ്യേണ്ടത്. അതിന് അണ്ടറിൽ വരുന്ന കോളേജസ് ആണ് ഈ കാണിച്ചിട്ടുള്ളത്. ഇതിലേതെങ്കിലും നിങ്ങൾക്കൊന്ന് എന്ത് ചെയ്യാം, സെലക്ട് ചെയ്യാം. ഇനി തെക്ക് ഭാഗത്തുള്ളവർക്ക് തിരുവനന്തപുരം റീജിയൻ സെൻറ്ററിൻ്റെ അണ്ടറിൽ വരുന്നതാണ്, ട്രിവാൻഡ്രം റീജിയൻ സെൻറ്ററിൻ്റെ അണ്ടറിൽ വരുന്ന കോളേജസ് ആണ് ഈ കാണിച്ചിട്ടുള്ളത്. ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങളിപ്പോൾ തിരുവനന്തപുരത്ത് ഉള്ള ഒരു സ്റ്റുഡൻറ്റിന് വടകരയിൽ രജിസ്റ്റർ ചെയ്യുന്നതിന് ഒരു പ്രയാസവും ഇല്ല, അതിനൊരു ബുദ്ധിമുട്ടും ഇല്ല, അങ്ങനെയും ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ പ്രയാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ തിരുവനന്തപുരത്തുള്ള ഒരാൾ വടകര റീജിയൻ സെൻറ്റർ സെലക്ട് ചെയ്താൽ പിന്നെ വടകരൻ്റെ ഈ മലബാർ ഏരിയയിലുള്ള ഒരു കോളേജേ നിങ്ങൾക്ക് സ്റ്റഡി സെൻറ്റർ ആയിട്ട് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അവിടെ വന്നിട്ട് അവിടേക്ക് വരേണ്ടി വരും നിങ്ങളെ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ വടകരയ്ക്ക് വരേണ്ടി വരും നിങ്ങളെ സർട്ടിഫിക്കറ്റ്, ലാസ്റ്റ് ഫൈൻ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. അത്തരത്തിൽ പ്രയാസങ്ങളാണ് ഉണ്ടായിരിക്കുക. അതുകൊണ്ടാണ് നിങ്ങൾ വീടിൻ്റെ അടുത്തുള്ള ഒരു റീജിയൻ സെൻറ്ററും സ്റ്റഡി സെൻറ്ററും നിങ്ങൾ തിരഞ്ഞെടുക്കണമെന്ന് പറയാനുള്ള കാരണം. ഇപ്പോൾ ഈ BA എക്കണോമിക്സിൽ ഹോണേഴ്സ് പറഞ്ഞിട്ടുള്ള ഈ ഒരു കോഴ്സിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഫസ്റ്റ് ഇയർ, ഇതൊരു ഇയർ വൈസ് പ്രോഗ്രാമാണ്. പക്ഷേ സം വൈസ് ആയിട്ട് ഇതിൻ്റെ സബ്ജക്റ്റുകൾ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് മാത്രം. ഇതൊരു ഇയർ വൈസ് പ്രോഗ്രാം ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എക്സാം എഴുതേണ്ടത് ഇയർലി ആണ്, അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യേണ്ടത് ഇയർലി ആണ്. അപ്പോൾ ഇയർലി 1 ടൈം ആയിരിക്കും നിങ്ങൾക്ക് എക്സാം വരുന്നത്. അപ്പോൾ ഫസ്റ്റ് ഇയറിൽ നിങ്ങൾക്ക് BCC 101 മുതൽ 102, 103, 104 ഈ ഇത്തരത്തിലുള്ള BECC എന്ന് പറയുന്ന ഈ കോഡ് എന്താണ്, നിങ്ങളുടെ കോർ കോഴ്സിൻ്റെ കോഡാണ്. കോർ കോഴ്സിൻ്റെ കോഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എക്കണോമിക്സുമായി ബന്ധപ്പെട്ട സബ്ജക്റ്റുകളാണ് ഇതിൽ പഠിക്കാനുള്ളത്. അങ്ങനെ 101, 102, 103, 104 ഇത്രയും കോർ സബ്ജക്റ്റാണ് പഠിക്കാനുള്ളത്. ഇതൊരു കമ്പൽസറി എൻഹാൻസ്മെൻറ്റ് കോഴ്സാണ്, എബിലിറ്റി എൻഹാൻസ്മെൻറ്റ് കോഴ്സ്. അപ്പോൾ ഇത് കമ്പൽസറിയാണ്, ഇത് ചേഞ്ച് ചെയ്യാൻ കഴിയില്ല. അതുപോലെ തന്നെ ഇതൊരു ഹിന്ദി പേപ്പറും ഒരു ഇംഗ്ലീഷ് പേപ്പറാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഇംഗ്ലീഷ് പേപ്പർ എന്ത് ചെയ്യുക, ചൂസ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇലക്റ്റീവായിട്ട് നിങ്ങളെ ഫസ്റ്റ് സെമ്മിൽ ഒന്നും സെക്കൻഡ് സെമ്മിൽ ഒന്നും നിങ്ങൾ ഇതിലേതെങ്കിലും ഏകദേശം ഒരുപാട് സബ്ജക്റ്റുകൾ ഇവിടെ നൽകിയിട്ടുണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ചിട്ട് നിങ്ങൾ സെലക്ട് ചെയ്യാം. അപ്പം അതുപോലെ തന്നെ സെക്കൻഡ് ഇയറിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യണം, രജിസ്റ്റർ ചെയ്യണം. സെക്കൻഡ് ഇയറിലേക്ക് നിങ്ങൾ ഇപ്പോഴല്ല, സെക്കൻഡ് ഇയർ കഴിയുമ്പോൾ നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യേണ്ടി വരും. അപ്പോൾ ചൂസ് ചെയ്യാനുള്ള സബ്ജക്റ്റുകളാണ് ഈ 105 മുതൽ 110 വരെ ഉള്ള ഈ 6 സബ്ജക്റ്റുകൾ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ കഴിയില്ല. ഇത് കമ്പൽസറി ആണ്, കോർ സബ്ജക്റ്റുമാണ്, എക്കണോമിക്സുമായി ബന്ധപ്പെട്ട സബ്ജക്റ്റുമാണ്. പക്ഷേ ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒന്ന് സെലക്ട് ചെയ്യണം, ഇതിൽ നിന്നും ഒന്ന് സെലക്ട് ചെയ്യണം, ഇതിൽ നിന്നും ഒന്ന് സെലക്ട് ചെയ്യണം, ഇതിൽ നിന്നും ഒന്ന് സെലക്ട് ചെയ്യണം. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. സ്കിൽ എൻഹാൻസ്മെൻറ്റ് കോഴ്സും ജനറിക് ഇലക്റ്റീവ് കോഴ്സുമാണ് ഉള്ളത്. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾ ടേസ്റ്റ് അനുസരിച്ചിട്ട് നിങ്ങളുടെ സ്കില്ലിനനുസരിച്ചിട്ട് നിങ്ങളൊരു സബ്ജക്റ്റ് സെലക്ട് ചെയ്യാം. ദെൻ അത് പാസ്സായി കഴിഞ്ഞാൽ നമ്മൾ 3rd ഇയറിലോട്ട് വരും. ഈ 3rd ഇയറിലോട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ സെലക്റ്റീവ് ഒന്നുമില്ല, ഇതെല്ലാം കോർ സബ്ജക്റ്റുകളാണ്, ഇതെല്ലാം നിങ്ങൾക്ക് പഠിക്കേണ്ടതാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് സെലക്ഷൻ ഒന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് അത് കമ്പൽസറി ആയിട്ട് നിങ്ങൾ പഠിക്കണം. ഫസ്റ്റ് ഇയറിൻ്റെ എക്സാം കഴിഞ്ഞ് പാസ്സായതിനു ശേഷം മാത്രമേ സെക്കൻഡ് ഇയറിലേക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയില്ല, നിങ്ങൾക്ക് ഫസ്റ്റ് ഇയറിൻ്റെ ആ ഒരു പീരിയഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, സെക്കൻഡ് ഇയറിലേക്ക് രജിസ്ട്രേഷൻ ചെയ്ത് സെക്കൻഡ് ഇയറിലോട്ടുള്ള പഠനവും എക്സാമും സ്റ്റാർട്ട് ചെയ്യാം. അതുപോലെ സെക്കൻഡ് ഇയറിൻ്റെ ആ പീരിയഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ 3rd ഇയറിലോട്ടും ഇങ്ങനെയാണ് അത് വരുന്നത്. ഇങ്ങനെ നിങ്ങൾക്ക് 3 ഇയർ കൊണ്ട് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്താൽ നിങ്ങൾക്ക് 3 ഇയർ കൊണ്ട് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ വരും. അതെല്ലാം നിങ്ങൾ കുറേ ഡിലേ ആക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 6 ഇയേഴ്സ് 6 വർഷം
നിങ്ങൾക്ക് മാക്സിമം നൽകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം 6 വർഷത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾ എന്ത് ചെയ്യാൻ കംപ്ലീറ്റ് ചെയ്യാൻ മിനിമം 3 വർഷമാണ് ഡിഗ്രി വരുന്നത്. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ ഈ ഒരു ഡിഗ്രി എക്കണോമിക്സുമായി ബന്ധപ്പെട്ടുള്ള ഈ ഒരു ഡിഗ്രി നിങ്ങൾക്ക് കരസ്ഥമാക്കാൻ കഴിയും. എക്കണോമിക്സിന് നമ്മൾ ക്ലാസ് കൊടുക്കുന്നുണ്ട് എഡ്യൂഫിക്സ് അക്കാദമി. അപ്പോൾ നിങ്ങൾ ക്ലാസ്സിന് വേണ്ടിയിട്ട് നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ ഈ ഇതിനോട് ഇൻഫർമേഷൻ കൂടുതൽ ലഭിക്കുവാൻ വേണ്ടിയിട്ട് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. നമ്മുടെ ഈ ഒരു യൂട്യൂബ് ചാനൽ എന്ത് ചെയ്യുക, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് അഡ്മിഷൻ എടുത്ത് നൽകണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കോൺടാക്ട് ചെയ്യുക. വളരെ ഉത്തരവാദിത്തത്തോട് കൂടിയിട്ട് നമ്മൾ നിങ്ങളുടെ അഡ്മിഷൻ എടുത്ത് പൂർത്തീകരിച്ച് നൽകുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇഗ്നോയുടെ അപ്ഡേഷൻസ്, അസൈൻമെൻറ്റ് എപ്പോൾ സബ്മിറ്റ് ചെയ്യണം, എക്സാം രജിസ്ട്രേഷൻ ഡേറ്റ്, എക്സാം എന്താണ് റിസൾട്ട് എന്ന് തുടങ്ങിയിട്ടുള്ള ഡേറ്റുകളുമായി ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ. ഡേറ്റ് മിസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു അക്കാദമിക് ഇയറിൽ പ്രയാസങ്ങൾ നേരിടേണ്ടി വരും. അപ്പോൾ അത്തരം ഇൻഫർമേഷനൊക്കെ നമ്മൾ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, നമ്മളടുത്ത് ജോയിൻ ചെയ്യുന്ന സ്റ്റുഡൻസ് എന്ത് ചെയ്യുക, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. രജിസ്ട്രേഷന് വേണ്ടിയിട്ട് ഞങ്ങളുമായിട്ട് ബന്ധപ്പെടാം. ഓക്കെ, താങ്ക് യു.